എപ്പിസോഡിന്റെ തുടക്കത്തില് ഇപ്പൊ കുട്ടപ്പനാവട്ടെ അവളുടെ പുറത്തുള്ള ആ ഫോർബിഡൻ ജിപ്സ് കാണും. അപ്പോഴാണ് അവൻ അവളോട് സ്നേഹം തോന്നുക. അവൾ ഒരുപാട് വേദന അനുഭവിക്കുന്നുണ്ട്. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ആ വില്ലന്മാരുടെ നേതാവ് അവൻ ഏതോ ഒരു സ്ഥലത്ത് ഒളിച്ചിരുന്ന് ഇപ്പൊ എന്തൊക്കെയോ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവൻ ഉടനെ എഴുന്നേറ്റ് ഇപ്പൊ എന്തൊക്കെയോ വളരെ കാര്യമായിട്ട് ചെയ്യാൻ തുടങ്ങും. മറ്റൊരു ഭാഗത്ത് ഇപ്പൊ സാക്കുറ ആവട്ടെ ടോംബിക്ക് ആൾക്ക് ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റ് എല്ലാം കൊടുത്തോണ്ടിരിക്കുകയാണ്. ആ ഒരു മെയിൻ വില്ലനും അവന്റെ ശിങ്കടികളും തേടി വരുന്നത് ഇപ്പൊ സാക്കുറയാണ്. അവിടെ റൂമിലായിട്ട് ഒരു ഡ്രാഗന്റെ ഫോട്ടോ ഉണ്ട്. ആ ഫോട്ടോയിലൂടെ വില്ലനാവട്ടെ അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഇപ്പൊ ലൈവായിട്ട് കണ്ടോണ്ടിരിക്കുകയാണ്. അപ്പൊ കുട്ടപ്പൻ അവൻ അവിടേക്ക് ചാടി വന്ന് അവനിപ്പോ ടോബിയെ പിടിച്ച് കുലുക്കാൻ തുടങ്ങും. നിങ്ങൾ ചത്തുപോയോ? കണ്ണു തുറക്ക്. നിങ്ങൾ ഇത്രയും ദുഷ്ടനാണെന്ന് ഞാൻ കരുതിയില്ല. ആ ഒരു ഫോർബിഡൻ ജിപ്സു അതവളുടെ ബോഡിയിൽ സീൽ ചെയ്ത കാര്യം പറഞ്ഞ് കുട്ടപ്പൻ ടോംബിയോട് ദേഷ്യപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. ആ സമയത്ത് ഇപ്പൊ ആ വില്ലൻ അവര് പറയുന്ന എല്ലാ കാര്യങ്ങളും കേൾക്കും. അവന് മനസ്സിലാവും ആ ഒരു ഫോർബിഡൻ ജിപ്സു അവളുടെ ബോഡിയിലാണുള്ളതെന്ന്. അതിന് ചുന്ദരി പറയും, നീ ദയവ് ചെയ്ത് ടോംബിയെ കുറ്റപ്പെടുത്തരുത്, അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അതിന് കുട്ടപ്പൻ പറയും, നീ മിണ്ടിപ്പോവരുത്, ഈ കിളവനാണ് ഇതിനൊക്കെ കാരണക്കാരൻ, ഇവനെ ഞാൻ വെറുതെ വിടില്ല, നിന്നോട് ആര് പറഞ്ഞിട്ടാണ് നീ ഇത് ചെയ്തത്? അപ്പൊ അത് കേട്ട് ആ ചുന്ദരി പെണ്ണ് പറയും, ഞാൻ പറഞ്ഞിട്ടാണ് എന്റെ ബോഡിയിൽ ആ ഒരു ഫോർബിഡൻ ജിപ്സു അദ്ദേഹം സീൽ ചെയ്തത്. കുട്ടപ്പൻ ഷോക്കായിട്ട് ഇപ്പൊ അവളെ തന്നെ നോക്കി നിൽക്കും. സോ അവള് ഇപ്പൊ ഫ്ലാഷ് ബാക്കിൽ നടന്ന ഒരുപാട് കാര്യങ്ങള് അവരോട് പറയാൻ തുടങ്ങും. അത് കേട്ട് ഒരുപാട് വിഷമത്തില് ഇപ്പൊ ചുന്ദരനും കുട്ടപ്പനും പുറത്തേക്ക് പോവും. ടോംബി ഒരുപാട് വിഷമത്തിൽ പറയും, നിന്നെ ജീവനോടുകൂടെ കാണാൻ കഴിഞ്ഞതില് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അത് കേട്ട് ചുന്ദരി, എനിക്കും നിങ്ങളെ വീണ്ടും കാണാൻ കഴിഞ്ഞതില് ഇപ്പൊ ഒത്തിരി സന്തോഷമാണ്. യാമുട്ടോ സെൻസായി പറയും, നിങ്ങളുടെ വില്ലേജ് പോലും ഇപ്പൊ ആ വില്ലന്മാരുടെ കയ്യിലാണ്. അപ്പൊ കുട്ടപ്പൻ അവന് പകത്തേക്ക് വന്നു പറയും, ആ ഒരു ഫോർബിഡൻ ജിപ്സു അത് ശരിക്കും എന്താണ്? അത് കേട്ട് ചുന്ദരി പറയും, ആ ഒരു ഫോർബിഡൻ ജിപ്സു അതെന്റെ ഗ്രാൻഡ് പായുടേതാണ്. വർഷങ്ങൾക്ക് മുൻപ് ഞങ്ങളുടെ സുജികുമ ക്ലാൻ അത് ഏറ്റവും മികച്ച ഒരു ക്ലാൻ ആയിരുന്നു. ഞങ്ങളുടെ കയ്യില് ഈ ഒരു ഫോർബിഡൻ ജിപ്സു അതുണ്ടെന്നറിഞ്ഞ് ഒരുപാട് പേര് അത് മോഷ്ടിക്കാനും ഞങ്ങളെ ആക്രമിക്കാനും ഗ്രാമത്തിലേക്ക് വരാൻ തുടങ്ങി. അങ്ങനെ ഫൈറ്റ് ചെയ്ത് ഞങ്ങളുടെ ഗ്രാമത്തിലെ ഒരുപാട് പേര് മരണപ്പെട്ടു. പിന്നീട് ഞങ്ങളുടെ ഗ്രാമത്തിലെ ഓരോരുത്തർക്കും ഈ ഒരു ജിപ്സുവിനെ ഓർത്ത് പേടിയാവാൻ തുടങ്ങി. ഗ്രാമത്തിലുള്ള ഒരു വിഭാഗം ആൾക്കാര് ഈ ഒരു ഫോർബിഡൻ ജിപ്സുവിനെ വെറുക്കാൻ തുടങ്ങി. മറ്റൊരു വിഭാഗം അതിനെ സപ്പോർട്ട് ചെയ്ത് ഞങ്ങളുടെ കൂടെ തന്നെ നിന്നു. അവസാനം എന്റെ ഗ്രാൻഡ് പാ ആ ഒരു ഫോർബിഡൻ ജിപ്സു അതെന്റെ കയ്യിൽ തന്ന് ഞങ്ങളുടെ ക്ലാൻ അത് തിരികെ പിടിക്കണമെന്ന് എന്നോട് ആവശ്യപ്പെട്ടു. പക്ഷെ ഇതുവരെ എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ എന്ത് വില കൊടുത്തും എന്റെ ഗ്രാൻഡ് പേയുടെ ഡ്രീം അത് ഇന്നല്ലെങ്കിൽ നാളെ തീർച്ചയായിട്ടും ഞാൻ സഫലമാക്കും. അത് കേട്ട് ചുന്ദരം പറയും, നിങ്ങൾ വിഡ്ഢികളാണ്, വെറും ഒരു ഫോർബിഡൻ ജിപ്സുവിന് വേണ്ടി നിങ്ങൾ ഒരുപാട് പേരെ ബലി കൊടുത്തു. മാത്രമല്ല നീ നിന്റെ ജീവൻ പോലും ഇപ്പൊ അതിനുവേണ്ടി വിട്ടുകൊടുത്തിരിക്കുകയാണ്. അതിന് അവള് പറയും, ഒരിക്കലുമല്ല, ഇതെന്റെ ചുമതലയാണ്, ഞാനിത് എന്ത് വില കൊടുത്തും നിറവേറ്റുമെന്ന് പറയുമ്പോ അതിന് ടോംബി പറയും, ചുന്ദരം പറയുന്നതിലും ചില കാര്യമുണ്ട്. നമുക്ക് ഓൾറെഡി ഇപ്പൊ നമ്മുടെ ഗ്രാമം അത് മുഴുവനായിട്ട് നഷ്ടപ്പെട്ടു. ഇനി ഒരിക്കലും നമുക്ക് നമ്മുടെ ക്ലാനിനെ തിരിച്ചു പിടിക്കാൻ കഴിയില്ല. ഫോർബിഡൻ ജിപ്സ് കാരണം ഇനി ഒരാളുടെയും ജീവൻ നഷ്ടപ്പെടാൻ പാടില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ ഒരു ഫോർബിഡൻ ജിപ്സു അത് നമുക്ക് നശിപ്പിച്ചു കളയണം. അതിന് കുട്ടപ്പൻ ഷോക്കായിട്ട്, ഫോർബിഡൻ ജിപ്സു അത് നശിപ്പിക്കാൻ പോവാണെന്നോ? ഫോർബിഡൻ ജിപ്സു അത് ഇവളുടെ ബോഡിയിലല്ലേ ഉള്ളത്, സോ ഇവളെ കൊന്നു കളയാനാണോ നിങ്ങൾ പറയുന്നത്? അതിന് ടോംബി പറയും, അയ്യോ അല്ല എന്ന് പറഞ്ഞ് ഒരു വവ്വാലിനെ അവൻ അവിടേക്ക് വിളിച്ചു വരുത്തും. അതൊരു സ്ക്രോള് ഇപ്പൊ താഴേക്കിട്ട് പറന്ന് ദൂരത്തേക്ക് പോവും. ടോംബി പറയും, ഇതെനിക്ക് ലോഡ് അവസാനമായിട്ട് ബാക്കി തന്നതാണ്. ടോംബി പറയും, ഈ ഒരു സ്ക്രോളില് കറക്റ്റായിട്ട് അവളുടെ ബോഡിയിൽ നിന്ന് ആ ഒരു ഫോർബിഡൻ ജിപ്സു അതെങ്ങനെ പുറത്തെടുക്കാം എന്ന് എഴുതിയിട്ടുണ്ട്. ഇത് ഇത്രയും കാലവും ഞാൻ മറച്ചു വെച്ചത് അത് മറ്റൊന്നും കൊണ്ടല്ല, ഒരിക്കലും അത് പുറത്തെടുത്താ പിന്നീട് അതുകൊണ്ട് യാതൊരു പ്രയോജനം ഉണ്ടാവില്ല. ടോംബി പറയും, ലീഫ് വില്ലേജിലുള്ള നിങ്ങൾ വേണം ഈ ഒരു ഫോർബിഡൻ ജിപ്സു അത് പുറത്തെടുക്കാൻ എന്നെ സഹായിക്കാനായിട്ട്. അതിന് യാമുട്ടോ പറയും, അതിന് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഹൊക്കാഗയുടെ അനുവാദം വേണം. അത് കേട്ട് ചുന്ദരി അവളിപ്പോ നിലവിളിച്ച് കാറും, നോ, എന്റെ അനുവാദമില്ലാതെ ഈ ഫോർബിഡൻ ജിപ്സ് പുറത്തെടുക്കാൻ ഞാൻ അനുവദിക്കില്ല. അത് കേട്ട് ചുന്ദരൻ അവളുടെ മുഖത്ത് തന്നെ ഇപ്പൊ ആഞ്ഞടിക്കും. നീ മര്യാദയ്ക്ക് ഞങ്ങൾ പറയുന്നത് കേൾക്ക്. അതിനവൾ പൊട്ടിക്കരയും, എനിക്കിതിന് കഴിയില്ല, എന്റെ ക്ലാൻ അതെനിക്ക് തിരിച്ചു പിടിക്കണമെന്ന് പറഞ്ഞ് അവളിപ്പോ പുറത്തേക്ക് ഓടും. അപ്പൊ കുട്ടപ്പനും ചുന്ദരനും അവളുടെ പിന്നാലെ തന്നെ ഇപ്പൊ ഓടും. യാമുട്ടോ ഇപ്പൊ സാക്കുറയോട് പറയും, നീയും അവരുടെ കൂടെ തന്നെ പോയി അവളെ എങ്ങനെയെങ്കിലും
കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്ക്. അത് കേട്ട് സാക്കുറ പുറത്തേക്ക് ഓടുമ്പോ ഇപ്പൊ സായി ചോദിക്കും, അപ്പൊ ഞാൻ പോണ്ടേ? അതിന് യാമുട്ടോ പറയും, നീ പോണ്ട, തൽക്കാലം നീ എനിക്ക് കൂട്ടിരിക്കെ. കട്ട് ചെയ്താ ഇപ്പൊ നമ്മുടെ ചുന്ദരി അവളുടെ ഗ്രാൻഡ് പേയുടെ കല്ലറയുടെ അടുത്ത് വന്ന് അങ്ങനെ നിൽക്കാണ്. അപ്പൊ ഫ്ലാഷ് ബാക്കില് അവളുടെ ഗ്രാൻഡ് പാ അവളുടെ കൈ പിടിച്ച് ഗ്രാമം മുഴുവൻ കാണിച്ചു കൊടുത്ത കാര്യങ്ങളൊക്കെ അവളിപ്പോ ആലോചിക്കും. നമ്മുടെ കൊച്ചു സുന്ദരിയും ഒരുപാട് ആസ്വദിച്ച് ആ ഗ്രാമം കാണുകയാണ്. അപ്പൊ ഉടനെ ഇപ്പൊ ഗ്രാൻഡ് പ പൊട്ടിക്കരയും. എന്താണെന്ന് ചോദിക്കുമ്പോ ഗ്രാൻഡ് പ പറയും, നമ്മുടെ ഗ്രാമം ഇനിയും എത്ര കാലം ഇതുപോലെ നിലനിൽക്കുമെന്ന് ആർക്കും പറയാൻ കഴിയില്ല. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്താ ഇപ്പൊ പ്രസന്റില് ചുന്ദരി പറയും, ഞാൻ എന്ത് വില കൊടുത്തും നമ്മുടെ ക്ലാൻ അത് തിരികെ പിടിക്കും. എന്റെ ഗ്രാൻഡ് പേയുടെ ആഗ്രഹം അത് ഞാൻ നിറവേറ്റും. അപ്പൊ കുട്ടപ്പൻ അവിടേക്ക് വന്ന് കുറച്ച് പൂക്കള് ഇപ്പൊ കല്ലറയിൽ വെക്കും. നിന്റെ ഗ്രാമം കാണാൻ ശരിക്കും നല്ല ഭംഗിയുണ്ട്, നീ എന്റെ കൂടെ വായോ, നമുക്ക് തിരിച്ച് ടോംബിയുടെ അടുത്തേക്ക് പോവാം. അതിനവള് പറയും, ഞാൻ എങ്ങോട്ടുമില്ല, ഞാൻ ഇവിടെ നിൽക്കുകയാണ്. അപ്പൊ അതേ സമയത്ത് ലോങ് ഷോട്ടില് ആ ഒരു വില്ലൻ ഇവര് പറയുന്നതെല്ലാം കേട്ട് അങ്ങനെ ഒളിച്ചിരിക്കുകയാണ്. അപ്പൊ ചുന്ദരൻ അവളുടെ അടുത്തേക്ക് വന്നിട്ട് പറയും, നിന്റെ ക്ലാൻ തിരികെ പിടിക്കാൻ ഒരുപാട് വഴികള് വേറെയുണ്ട്. ഇതുപോലെ ഒരുപാട് പവർ അത് നമുക്ക് കിട്ടിക്കഴിഞ്ഞാലും വലിയ പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടാവൂ. എന്റെ ലൈഫില് ഞാനത് അനുഭവിച്ചതാണെന്ന് പറഞ്ഞ് അവൻ ഒരു സെക്കൻഡ് ഇപ്പൊ ഫ്ലാഷ് ബാക്ക് ആലോചിക്കും. അപ്പൊ ചുന്ദരി പറയും, ഞങ്ങളുടെ ക്ലാൻ തിരികെ പിടിക്കാൻ മറ്റൊരു വഴിയുണ്ട്. ഞങ്ങളുടെ ക്ലാനിൽ തന്നെയുള്ള മറ്റൊരാൾക്കും ഈ ഫോർബിഡൻ ജിപ്സു അത് ഉപയോഗിക്കാൻ കഴിയും. അവൻ എന്റെ ഗ്രാൻഡ് പേയുടെ ശിഷ്യന്റെ മകനാണ്. അവന്റെ പപ്പയും ഈ ഒരു യുദ്ധത്തില് മരണപ്പെട്ടു. പക്ഷെ അവനെ കൊണ്ട് ഈ ഒരു ഫോർബിഡൻ ജിപ്സു അത് കറക്റ്റായിട്ട് ഉപയോഗിക്കാൻ കഴിയും. എന്റെ ജീവൻ മാത്രമല്ല ഇപ്പൊ അപകടത്തില്, അവന്റെ ജീവനും അപകടത്തിലാണ്. കാരണം ഞങ്ങൾക്ക് രണ്ടുപേർക്കും മാത്രമാണ് ഈ ഒരു ജിപ്സു അതെങ്ങനെ ഉപയോഗിക്കണം എന്നറിയാൻ പാടുള്ളൂ. അത് കേട്ട് കുട്ടപ്പൻ ചോദിക്കും, അവനിപ്പോ എവിടെ പോയി കണ്ടുപിടിക്കും? നിനക്കറിയോ അവനിപ്പോ എവിടെ ഉണ്ടാകുമെന്ന്? അത് കേട്ട് അവള് എനിക്കറിയില്ല എന്ന് ഇപ്പൊ കുട്ടപ്പനോട് പറയും. ചുന്ദരൻ പറയും, അവനെ കണ്ടുപിടിക്കാനൊന്നും ഇപ്പൊ സമയമില്ല, ഓൾറെഡി വില്ലന്മാര് അവരിപ്പോ നമ്മുടെ തൊട്ടടുത്ത് എത്തിക്കഴിഞ്ഞു. അതിന് കുട്ടപ്പൻ പറയും, കുഴപ്പമില്ല, ഞാൻ ഒറ്റയ്ക്ക് പോയി തീർച്ചയായിട്ടും അവനെ കണ്ടുപിടിക്കും. ഇവളെപ്പോലെ തന്നെയായിരുന്നു ഒരുപാട് കാലം ഞാനും ജീവിച്ചത്. ഒറ്റയ്ക്ക് എല്ലാ വേദനകളും സഹിച്ച് നീ ഇത്രയും കാലം ജീവിച്ചില്ലേ, ഇനി നിന്റെ കൂടെ ഞങ്ങളുണ്ട്, ഞാൻ അവനെ ഉറപ്പായിട്ടും കണ്ടുപിടിക്കും. കുട്ടപ്പൻ ഇപ്പൊ ഉഷാറായിട്ട് അവനെ കണ്ടുപിടിക്കാൻ ഓടും. അത് കണ്ട ആ വില്ലൻ ചിരിക്കും. അങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷം ഇപ്പൊ എന്നെ അന്വേഷിച്ച് ഒരാൾ ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ്. ആക്ച്വലി അവള് പറഞ്ഞ ആ ഒരാള് ഈ ഒരു വില്ലനാണ്. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്താ ഇപ്പൊ ലീഫ് വില്ലേജ് കാണിക്കാണ്. ഹൊക്കാഗയുടെ അടുത്തേക്ക് സായിയുടെ ഒരു ലെറ്റർ വരും. അവൾ ആ ലെറ്റർ വായിച്ച് അസിസ്റ്റന്റ് ചേച്ചിയോട് പറയും, അവരാ ഫോർബിഡൻ ജിപ്സു അത് നശിപ്പിക്കണോ വേണ്ടയോ എന്നാണ് ഈ ലെറ്ററിൽ ചോദിച്ചിരിക്കുന്നത്. കട്ട് ചെയ്ത കുട്ടപ്പൻ അവന്റെ മൾട്ടി ഷാഡോ ക്ലോൺ ഉപയോഗിച്ച് ചുന്ദരി പറഞ്ഞ സിർണമയെ കണ്ടുപിടിക്കാനായിട്ട് ഇപ്പൊ ശ്രമിച്ചു കൊണ്ടേയിരിക്കുകയാണ്. കട്ട് ചെയ്ത മറ്റൊരു ഭാഗത്ത് ഇപ്പൊ യാമുട്ടോ സെൻസൈ പറയും, വെറും 2 ദിവസം കൊണ്ട് കുട്ടപ്പൻ എങ്ങനെ സിർണമയെ കണ്ടുപിടിക്കും? അപ്പൊ കറക്റ്റ് സമയത്ത് ഇപ്പൊ ഹൊക്കാഗയുടെ മറുപടി വരും. ആ ഒരു ലെറ്ററില് ആ ഒരു സ്ക്രോള് അതെങ്ങനെ പുറത്തെടുക്കാം എന്ന് കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ടാവും. യാമുട്ടോ സെൻസൈ ഉടനെ ആ ഒരു സ്ക്രോള് ഇപ്പൊ സാക്കുറയ്ക്ക് കൊടുക്കും. ഇത് വായിച്ചു മനസ്സിലാക്കി നീ വേണം ഇത് കംപ്ലീറ്റ് ചെയ്യാൻ. കട്ട് ചെയ്താ ഇപ്പൊ നമ്മുടെ ചുന്ദരൻ അവൻ ചുന്ദരിയുടെ മാസ്റ്ററിന് അവളോടുള്ള സ്നേഹത്തെക്കുറിച്ച് ആലോചിക്കും. അതുപോലെ തന്നെ അവന്റെ മാസ്റ്റർ അവനെ ഒരുപാട് കഷ്ടപ്പെടുത്തി. അപ്പോഴായിരിക്കും അവൻ വീണ്ടും അൻബു ബ്ലാക്ക് ഓപ്സിലെ ലീഡർ പറഞ്ഞ ആ കാര്യം ആലോചിക്കുക. നിന്റെ മാസ്റ്റർ യഥാർത്ഥത്തിൽ നിന്നെ രക്ഷിക്കാനാണ് ശ്രമിച്ചത്. നിന്റെ ബോഡിയിലുള്ള ആ ഒരു 6th ടൈൽ മോൺസ്റ്റർ അതിനെ പുറത്തു കൊണ്ടുവരാനാണ് അത്രയും നാള് അദ്ദേഹം കഷ്ടപ്പെട്ടത്. അപ്പൊ ചുന്ദരൻ അതൊക്കെ ആലോചിച്ചിട്ട് ഒരുപക്ഷെ അവൻ പറഞ്ഞത് സത്യമായിരിക്കോ? എന്റെ ബോഡിയില് ആ 6th ടൈൽ ഉണ്ടാവോ എന്നൊക്കെ ഇപ്പൊ ആലോചിക്കാൻ തുടങ്ങും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത കുട്ടപ്പനാവട്ടെ ആ നാട് മുഴുവൻ നടന്ന് സിർനാമ അവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ഇപ്പൊ അന്വേഷിച്ചു കൊണ്ടേയിരിക്കും. പക്ഷെ അവനെ കൊണ്ട് അവനെ കണ്ടുപിടിക്കാൻ കഴിയില്ല. അവൻ ഒരുപാട് ടയേർഡായി. ഓൾമോസ്റ്റ് അവന്റെ ചക്ര പവർ തീർന്ന് ഇപ്പൊ ഒരു സൈഡിലിരിക്കും. അപ്പൊ അതുവഴി വന്ന ഒരു അപ്പൂപ്പൻ അവനോട് കാര്യം തിരക്കും. അതിന് കുട്ടപ്പൻ പറയും, ഞാൻ സിർനാമെന്ന് പേരുള്ള ഒരാളെ അന്വേഷിക്കുകയാണ്. അതിന് അപ്പാപ്പൻ പറയും, ഈ ഒരു പേര് ഞാൻ കേട്ടിട്ടുണ്ട്. ഇതേ പേരുള്ള ഒരുത്തൻ ആ മലയുടെ മുകളിൽ താമസിക്കുന്നുണ്ട്. അത് കേട്ടുടനെ ഇപ്പൊ കുട്ടപ്പനാവട്ടെ ആ മല ലക്ഷ്യം വെച്ച് ഇപ്പൊ ഉഷാറായിട്ട് ഓടുകയാണ്. അപ്പൊ മറ്റൊരു ഭാഗത്ത് നമ്മുടെ ചുന്ദരനാവട്ടെ അവന്റെ മാസ്റ്ററിനെ കുറിച്ച് ചില കാര്യങ്ങൾ അറിയാനായിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് കണ്ട വില്ലന്മാരാവട്ടെ അവനെ ഫോളോ ചെയ്യാൻ തുടങ്ങും. അവര് ഹൈ സ്പീഡില് ഇപ്പൊ മുൻപോട്ട് ഓടുമ്പോ ഒരു സമറിൻ ആനിമല് അവരുടെ മുൻപിലേക്ക് വരും. അതിനെ കണ്ട് അവര് പേടിച്ച് വിറച്ച് നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കും.